അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഞാൻ വെളിപ്പെടുത്താൻ പോണേ. ആരും ഞെട്ടരുത് കേട്ടോ. ഇത് നിങ്ങൾ വേറെ ആർക്കും പറയുകയും ചെയ്യല്. ഇന്ന് മോർണിംഗിലെ ടാസ്ക് നിങ്ങൾ കണ്ടല്ലോ, ബിഗ് ബോസ് കൊടുത്ത രസകരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. PR ഏറ്റവും കൂടുതൽ PR ഉള്ള വ്യക്തി ആരാണ്, അതുപോലെ സ്വന്തം കഴിവ് കൊണ്ട് ഇവിടെ നിൽക്കുന്നതും PR കഴിവ് കൊണ്ട് നിൽക്കുന്നതും ആരാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് അക്ബറും അതുപോലെ ബിന്നിയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. 16 ലക്ഷം രൂപ കൊടുത്ത് PR വർക്ക് അനുമോക്ക് ഭയങ്കര PR വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആരും ഞെട്ടരുത്, ഞാനാണ് ആ PR. 16 ലക്ഷം രൂപ മേടിച്ച് അനുമോക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന ആ വ്യക്തി ഞാനാണ്. ഞെട്ടിയോ നിങ്ങൾ? വിശ്വസിച്ചോ? എന്ത് വാടേ ഇതൊക്കെ! ഭയങ്കര വെളിപ്പെടുത്തൽ, അതും 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അനുമോളൊക്കെ ഇതിനകത്തോട്ട് വന്നിങ്ങനെ കിടക്കുവോ? ഇവിടുന്ന് ആട്ടും തുപ്പും കണ്ടവരെ അവരെ വായിരിക്കുന്ന ആട്ടും തുപ്പും കേട്ട് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാള് 16 ലക്ഷം രൂപ PR കൊടുത്തിട്ട്, അത് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട്, എന്തുവാണ് ഇത്? കേട്ട ഉടനെ കുറെ ആൾക്കാർക്ക് കുരുപൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആർമിക്കാരെല്ലാം കൂടെ അങ്ങോട്ട് പൊങ്കാല ഇടുവാണ്. ആ അനുമോക്ക് PR ഉണ്ട്, അല്ലെങ്കിൽ 16 ലക്ഷം രൂപ കൊടുത്ത് 50 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IQ എന്ന് പറഞ്ഞൊരു സാധനം ഒറ്റൊരെണ്ണത്തിനും ഇല്ല. ഒറ്റൊരെണ്ണത്തിന് IQ ഇല്ലടേ. 16 ലക്ഷം രൂപ കൊടുത്തു അവിടെ ചെന്ന് ഗെയിം കളിക്കിയത് എന്തോന്നിത്? അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ. അക്ബർ പറയുന്നുണ്ട്, ഇതേ അനുമോക്ക് PR കൊടുത്തിട്ടുള്ള അതേ ആൾക്കാർ അക്ബറിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പം നല്ലൊരു എമൗണ്ട് ചോദിച്ചു, അതുകൊണ്ട് അക്ബർ വേണ്ടെന്ന് പറഞ്ഞു. അതേ ആൾക്കാർ തന്നെയാണ് അക്ബറിനെ കോണ്ടാക്ട് ചെയ്യുന്നതും പറയുന്നുണ്ട്. പിന്നെയും പറയുന്നുണ്ട്, അപ്പാനി ശരത്ത് കൊടുത്ത അതേ PR വർക്കറാണ് അനുമോക്കും PR പണി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 50,000 രൂപ കൊടുത്തെന്നും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അനുമോളം നെഞ്ചത്തൊട്ടിട്ടും കയറുവാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അനുമോളെ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആ ഷോ കണ്ട് വിലയിരുത്തുന്ന ജനങ്ങളാണ്. അവരവരെ പോക്കറ്റിൽ നിന്ന് അവരവരെ ഡെയിലി അവരവരെന്തെങ്കിലും ഉണ്ടാക്കി കഷ്ടപ്പെട്ട് 300 രൂപ കൊടുത്ത് നെറ്റിൻ റീചാർജ് ചെയ്ത് മറ്റേ ഈ ഹോട്ട്സ്റ്റാറും റീചാർജ് ചെയ്ത് അതിൽ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അനുമോളെ PR. അത് ആദ്യം മനസ്സിലാക്കുക. ഇത്രയും ഫാൻ ബേസും കാര്യങ്ങളും ഉള്ള ഒരാൾക്ക് എന്തിനാണ് PR കാണത്തില്ലെന്നല്ല, ചിലപ്പം ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് കാണും. ചിലപ്പം കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്, ചിലപ്പം ഷോർട്സ് വീഡിയോയോ, ചിലപ്പം ചില ഓൺലൈൻ ചാനലുകാർക്ക് അല്ലെങ്കിൽ ചില ഇൻസ്റ്റഗ്രാം പേജുകാർക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 5,000, 5,000, 10,000 കൊടുത്തിട്ടൊന്ന് ആ ഒരു വീഡിയോ മാസാക്കി ഒന്ന് റീച്ച് ആക്കി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. അത് മിക്കുള്ള കണ്ടസ്റ്റൻസും ചെയ്യുന്നതാണ്. BGM ഒക്കെ ഇട്ടൊന്ന് മാസാക്കാൻ വേണ്ടിയിട്ട് അത് മിക്കുള്ള കണ്ടസ്റ്റൻസും ചെയ്യുന്നതാണ്. ഒരു 10 പേരെ പിടിച്ചിട്ട് 10 പേരെ കൊണ്ടുപോയി കമന്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കുമായിരിക്കാം, നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതാണ്, കാരണം നമ്മളിതുവരെ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ലല്ലോ. അതുപോലെ ഈ 16 ലക്ഷം രൂപ കൊടുത്ത് PR വർക്ക് ഏറ്റെടുക്കാൻ അനുമോക്ക് തലയ്ക്ക് ഓളമുണ്ടോ? അത്രയും വലിയ എമൗണ്ടിന്റെ PR വർക്കൊന്നും നമ്മൾ കാണുന്നില്ലല്ലോടെ. ഞാൻ കാണുന്നില്ല കേട്ടോ, സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണ്, ഞാൻ കാണുന്നില്ല. ഈ 16 ലക്ഷം രൂപ കൊടുത്ത് PR വർക്ക് ചെയ്തിട്ട് പോയൊരു വ്യക്തിയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലൊന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു ബൂസ്റ്റിംഗ് ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ PR വർക്ക് കൊണ്ടിട്ട് കപ്പടിക്കുമെന്ന് എന്താണ് തെളിവ്? അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പുള്ള സീസണിനകത്തൊന്നും ഒരു മനുഷ്യൻ കപ്പടിക്കത്തില്ലായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തരികിട സാബു, അല്ലേ? അവിടെ ജനങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ആര് നേടിയെടുക്കുന്നു, മൈൻഡ് ഗെയിം ആര് കളിക്കുന്നു, അവരെ കപ്പ് കൊണ്ടുപോകും. ഇവിടെ ഇപ്പൊ അപ്പാനി ശരത്ത് ഭയങ്കര PR വർക്ക് കൊണ്ടുവന്നെന്നാണ് ഇവിടെ ബിന്നിയും അക്ബറൊക്കെ പറയുന്നത്, അല്ലേ? എന്നിട്ട് അപ്പാനി ശരത്തിന് എന്ത് പറ്റി? അപ്പാനി ശരത്തിനെക്കാളും കഴിവില്ലാത്ത IQ ഇല്ലാത്ത ടീമുകൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ബിന്നി, സത്യം പറഞ്ഞാൽ ഈ ബിന്നി ഒരു ഡോക്ടർ തന്നെ ആണോ? 16 ചിരിയാണ് എനിക്ക് വരുന്നത്. 16 ലക്ഷം രൂപ കൊടുത്ത് വന്നിട്ട് PR അവിടെ ആകെ കിട്ടുന്ന, അതിനകത്തുനിന്ന് കിട്ടുന്ന ആകെ എല്ലാം ടാക്സും ഉള്ളിത്തൊലി എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ആകെ 30 ലക്ഷം രൂപ കയ്യിലോട്ട് കിട്ടും. അത് ഈ 16 ലക്ഷം രൂപ ഇവർക്ക് PR പണി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ അതിനുണ്ട്? എന്തുകൂടെ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? ഇപ്പം PR കൊടുത്തെന്നല്ല, ചിലപ്പം കൊടുത്ത് കാണുമായിരിക്കാം. ചിലപ്പോൾ കുറഞ്ഞ രീതിയിൽ ഓൺലൈൻ ചാനലുകാർക്കൊക്കെ ഇന്ന് ബൂസ്റ്റ് വീഡിയോ, ഷോർട്സ് വീഡിയോ ഇട്ട് ഇത് ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. കാരണം 16 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള PR വർക്കൊന്നും അവിടെ ഒരു കണ്ടസ്റ്റൻസിനും ഇവിടെ നടക്കുന്നില്ല. എല്ലാവരും ഓരോ വീഡിയോസിന്റെ അടിയിൽ പോയി കുറച്ച് കമന്റ് ഇടുന്നു, അത്ര മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഓൾറെഡി ഇപ്പം അനുമോക്കാണെങ്കിൽ കുറച്ച് ഫാൻ ബേസ് ഉള്ളൊരു ഒരാളാണ് അനുമോള്.
കാരണം ഈ അനുമോൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർ മാജിക്കിലൂടെ കുറേ ഓഡിയൻസിനെ പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും വീട്ടമ്മമാരെയും ഫാമിലി പ്രേക്ഷകരെയൊക്കെ ഒരുപാട് നേടിയെടുത്തിട്ടുള്ള ഓഡിയൻസിനെ കയ്യിലെടുത്തൊരു ആളാണ് ഈ അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിലെ പെർഫോമൻസ് കൊണ്ട്. അപ്പോൾ ഓൾറെഡി അനുമോൾക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്. 1 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള ആളാണ്. അതുപോലെ യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ എന്തിനാണ് ഈ 16 ലക്ഷം രൂപ കൊടുത്ത് ഈ PR പണിക്ക് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ പിന്നെ അവർക്ക് ആ വീട്ടിൽ ഇരുന്നൂടെ, ആ പൈസ സേവ് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നൂടെ? PR വർക്കുകാർ കൊണ്ടിട്ട് ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലും അതിനകത്ത് വിട്ടിട്ട് ഒന്ന് ചിലപ്പോൾ ഒന്ന് പൊക്കിയൊന്ന് കാണിക്കാം, മാസാക്കി കുറച്ച് BGM ഒക്കെ ഇട്ട് അവരെ കൊണ്ട് അതിനൊക്കെ സാധിക്കും. അല്ലാതെ PR വർക്കുകാരെ കൊണ്ടിട്ട് വോട്ട് അടിച്ച് കയറ്റി എങ്ങനെയാണ് ജയിപ്പിക്കും? അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ എല്ലാവരും ബിഗ് ബോസിലോട്ട് പോകുന്ന എല്ലാ ആൾക്കാരും ക്യാഷ് എറിഞ്ഞ് അങ്ങോട്ട് PR വർക്കിനെ കൊണ്ടിട്ട് അങ്ങോട്ട് കപ്പടിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലേ? ഈ എവിക്റ്റായി പോകുന്ന ആൾക്കാരൊക്കെ എന്ത് നല്ല കഴിവുള്ള ആൾക്കാരാണ്, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് എവിക്റ്റായി പോകുന്നത്. വാഴകളായിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ PR അവരെ സപ്പോർട്ട് ചെയ്യത്തില്ലേ, അവരെ രക്ഷിക്കത്തില്ലേ, ദൈവമായിട്ട് വന്ന് രക്ഷിക്കത്തില്ലേ? എനിക്ക് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയത്, അത് കണ്ട് ചിരി വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാബുമാനും ലക്ഷ്മിയും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അനു ഇവിടെ എന്ത് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഏറ്റവും വലിയ PR ഉള്ള അനുവാണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ബെന്നിയും അതുപോലെ ലക്ഷ്മിയും ഈ പറഞ്ഞിട്ടുള്ള സാബുമാനൊക്കെ അവിടെ വെറുതെ നിൽക്കണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഏറ്റവും കൂടുതൽ PR വർക്ക് ഉള്ളത് അവർക്കാണ്. അവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒരു കഴിവുമില്ല, ഒന്നും ചെയ്യാതെ നിൽക്കണമെങ്കിൽ അവർക്കാണ് PR വർക്ക് ഉള്ളത്, അല്ലേ? ഇത്രയും വലിയ അനുവിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ നിൽക്കണമെങ്കിൽ, അല്ലേ? അത്രയും വലിയ നമ്മൾ കണ്ടതാണ് ആരിന്റെയും ജിസണിന്റെയും കേസിനകത്ത് എന്തോ ഒരു നെഗറ്റീവ്സ് ആണ് ആ സമയത്ത് അനുവിനെതിരെ വന്നിട്ടുള്ളത്. 16 ലക്ഷം രൂപ എടുത്ത് PR എടുത്തിട്ടുള്ള ആളാണെങ്കിൽ ആ സമയത്ത് അനുവിനെ പൊക്കി തലയെ കൊണ്ട് നടക്കണമായിരുന്നല്ലോ ഈ PR ടീം എല്ലാം കൂടെ. എന്തുവാടെ ഇതൊന്നും ചിന്തിക്കാനുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അനുവിനെ എല്ലാവരും കൂടെ തളർത്താനുള്ള പരിപാടിയാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ മൈൻഡിലോട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തളർത്തി ഗെയിം ഒന്നും കളിക്കാതുള്ള രീതിയിൽ ആക്കണം. അതാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ സത്യം പറഞ്ഞാൽ ഇതൊരു ഗെയിമാണ്, മൈൻഡ് ഗെയിമാണ്. പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണലി തളർത്തി തരിപ്പണമാക്കിയിട്ട് സപ്പോർട്ട് കുറയ്ക്കണം. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു 3 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പെർഫോമൻസോ അല്ലെങ്കിൽ അനുമോൾ അവിടെ എന്തെങ്കിലും നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ വന്നിട്ട് പറയും ഞാൻ PR എന്ന്. അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരു 3 പേര് കമന്റ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആരെങ്കിലും കമന്റ് ഇടും, അതാ വന്നു PR കമന്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു മനുഷ്യനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അനീഷ് എന്തെങ്കിലും അവിടെ നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാണ്, അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വന്നു അനീഷിന്റെ PR വന്നെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെയും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് നമ്മളെ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒക്കിയെടുത്തുണ്ട് PR എന്ന്. സത്യം പറഞ്ഞാൽ ഈ ബിന്നിയുടെയും അതുപോലെ അക്ബറിന്റെയും അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെയും സത്യം പറഞ്ഞാൽ അതൊരു രസകരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത് സംഭവം. പക്ഷെ അനു ഉണ്ടല്ലോ, അനു മണ്ടത്തരം കാണിച്ചു. PR എനിക്ക് ഉണ്ടെന്നങ്ങ് പറയണമായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ട് എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കുറേ ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്, അവരാണ് എൻ്റെ PR എന്ന് പറയണമായിരുന്നു. അതങ്ങ് അംഗീകരിച്ചു കൊടുക്കണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. അത് അനുമോൾ അവിടെ കുറച്ചൊന്ന് ലാഗടിച്ച് തത്തി കളിച്ച്, അതാണ് പ്രശ്നമായത്. അല്ലെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. അത് എനിക്ക് PR ഉണ്ട്, നീയൊക്കെ നിന്റെ പണി നോക്കാൻ പറയണം. എന്തായാലും കൊള്ളാം കേട്ടോ. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് പൊളിച്ച്. അപ്പം 16 ലക്ഷം രൂപയുടെ PR. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ ആരെങ്കിലും ഒന്ന് നോക്കണമല്ലോ, 16 ലക്ഷം രൂപയ്ക്കൊക്കെ PR കിട്ടുമെങ്കിലേ. അയ്യോ, തറയിൽ കിടന്നിട്ട് മേലോട്ടൊന്ന് തുപ്പ്, എന്നിട്ട് നോക്ക് 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്ത ടീമുകൾ ആരെങ്കിലും ഉണ്ടെന്ന്. എന്തുവാടെ ഇതൊക്കെ? സത്യം പറഞ്ഞാൽ ചിരിച്ച് അത് കേട്ടിട്ട് എൻ്റെ ഊപ്പാട് വന്നു കേട്ടോ. ഊപ്പാടും പരിപ്പുകളായിപ്പോയി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം.